ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നാണ് ഞാൻ വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആലപ്പുഴയിൽ വലിയ ചർച്ചയാണ്. കെ സി വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നതോടുകൂടി ആലപ്പുഴയിൽ മാത്രമല്ല കേരളത്തിലും ഇന്ത്യയിലും ആകെയും ചർച്ച വന്നു. എന്താ, BJPയെ സഹായിക്കാനാണ് കെ സി വേണുഗോപാൽ വന്നിരിക്കുന്നത്. രാജസ്ഥാനിലെ രാജ്യസഭാ മെമ്പറാണ് കെ സി വേണുഗോപാൽ. ഇനിയും 2 വർഷത്തിലധികം അവിടെ രാജസ്ഥാനിൽ രാജ്യസഭാ മെമ്പറായി അവിടെ നിലവിൽ പ്രവർത്തന രംഗത്ത് നിൽക്കാവുന്ന ആൾ ഈ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് പോയത് സംഘടനാ ചുമതല ഉള്ളതുകൊണ്ട് ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. ആ കെ സി വേണുഗോപാലിനെ തിരിച്ച് ആലപ്പുഴയിലേക്ക് കൊണ്ടുവരുന്ന BJPയെ സഹായിക്കാനാണ്. അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, അഥവാ ഇനി ജയിച്ചു പോയാൽ BJPക്ക് ഒരു സീറ്റ് കൂടിയാണ് കൂടുന്നത്. അതുമാത്രമല്ല, സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കെ സി വേണുഗോപാൽ ചുമതല ഏറ്റെടുത്തതിന് ശേഷം 9 കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരാണ് BJPയിലേക്ക് പോയത്. 215 MLA മാരാണ് BJPയിലേക്ക് പോയത്. 117 MP BJPയിലേക്ക് പോയത്. അതുപോലെ തന്നെ 150-ലധികം വരുന്ന AICC മെമ്പർമാരാണ് BJPയിലേക്ക് പോയത്. ഇവിടെ ഈ കേരളത്തിൽ എത്ര ആളുകളിപ്പോൾ കേരളത്തിൽ നമ്മളിത് സാധാരണ ഇങ്ങനെ BJPയിലേക്ക് പോകുന്നത് നമ്മുടെ അങ്ങനെ വരാൻ സാധ്യതയില്ലെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ കേരളത്തിലും കോൺഗ്രസ് BJPയുടെ ടീമിലേക്ക് പോകുന്ന കാഴ്ചയാണ്. BJPയുടെ ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻ്റായി കെ സി വേണുഗോപാൽ നിൽക്കുകയാണ്. എന്നിട്ടാണ് ആ സ്ഥാനാർത്ഥിത്വത്തെ ഇത്ര മഹത്വവൽക്കരിച്ച് ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞിരുന്നത്.